ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ പോകുന്നത് വയനാട്ടിലേക്കാണ് കേട്ടോ. ഒരു കുട്ടി വയനാടൻ വ്ളോഗ്. പോകുന്ന വഴിക്ക് ഏലപ്പീടി എത്തിയതും ഏട്ടനൊരു ഫ്രണ്ടിനെ കണ്ടു. ഞങ്ങൾ സംസാരിച്ചിട്ട് അവിടെ നിന്ന് യാത്ര തുടങ്ങി. പോകുന്ന വഴിയുള്ള കാഴ്ചകളെല്ലാം ഞാനിങ്ങനെ ക്യാപ്ചർ ചെയ്യുന്നുണ്ട് കേട്ടോ. കുറച്ചങ്ങ് ചെന്നപ്പം കുറച്ച് കുരങ്ങുകളൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. കയ്യിലൊന്നും ഉണ്ടായിരുന്നില്ല കൊടുക്കാൻ. പ്രതീക്ഷയോടെ കുരങ്ങുകളെല്ലാം കാത്തിരുന്നു. മഴക്കാലം ആയതുകൊണ്ട് റോഡിലേക്ക് മരങ്ങളും അതുപോലെ തന്നെ റോഡ് മൊത്തം കുളമായ അവസ്ഥയിലേക്കൊക്കെ ആയിരുന്നു കേട്ടോ. കണ്ണൂരിൽ സ്ഥിരം കാണുന്ന കാഴ്ചകൾ കഴിഞ്ഞും എത്രയോ മനോഹരമാണ് നമ്മുടെ വയനാട്ടിലെ കാഴ്ചകൾ. ഇത് ഞാൻ അന്ന് ഷോർട്സിൽ കാണിച്ച പാർക്കാണ് കേട്ടോ, കോമാച്ചി പാർക്ക്. എന്താണെന്നറിയില്ല, ഈ പേര് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായി. വയനാട്ടിലേക്ക് പോകുമ്പോൾ ബോയ്സ് ടൗൺ എത്തുമ്പം ഈ തട്ടുകടയിൽ നിന്നൊരു ചായ കൂടി പതിവാണ് കേട്ടോ. ഇവിടുത്തെ ബിസ്ക്കറ്റ് പൊരി എന്താണെന്നറിയില്ല, ഏട്ടൻ ഇടയ്ക്കിടയ്ക്ക് ഇഷ്ടത്തോടു കൂടി കഴിക്കാറുണ്ട്. ഇന്ന് അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷെ ആൾ പെട്ടെന്ന് ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞ് അങ്ങനെ അതും ഉണ്ടാക്കി കഴിച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് വേഗം തന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. ഇത് മാനന്തവാടി ടൗൺ ആണ് കേട്ടോ. പണ്ട് സ്കൂളിലൊക്കെ പഠിച്ചിരുന്ന കാലത്തെ ഞാൻ ഈ മാനന്തവാടി വരെ വന്നിട്ട് വയനാട് മുഴുവൻ കണ്ട സന്തോഷത്തിൽ തിരിച്ചു പോയിട്ടുണ്ട്. മുമ്പിൽ പോകുന്ന അജ്മിയുടെ വണ്ടിയിൽ ഒരു ചിക്കൻ്റെ പടം കാണിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഏട്ടനോട് പറയായിരുന്നു, എൻ്റെ കൂട്ടത്തിലും കോഴി മുമ്പിലും കോഴിന്ന്. അത് കേട്ട് ചിരിക്കുന്നതാണ് കേട്ടോ ഇപ്പോൾ കണ്ടത്. വയനാടിൻ്റെ ഭംഗി ശരിക്കും ഈ തേയിലത്തോട്ടത്തിലാണ് കേട്ടോ. അതിങ്ങനെ പച്ച പൊതിച്ച് ഒരുപാട് ദൂരെ ഇങ്ങനെ കാണാൻ നല്ല രസമാണ്. കൂട്ടത്തിൽ നല്ല തണുപ്പും മഞ്ഞും. പറഞ്ഞ് ഞാനിങ്ങ് എത്തി കേട്ടോ. ഞാനിന്ന് വന്നിരിക്കുന്നത് കൽപ്പറ്റയിൽ നിന്നൊരു 4 കിലോമീറ്റർ ഉള്ളിലോട്ട് മാറി വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലേക്കാണ്. ഇവിടെ ഞാൻ ആദ്യമായിട്ടല്ല കേട്ടോ, ഇടയ്ക്ക് വരാറുണ്ട്. മനസ്സിന് അസ്വസ്ഥതകൾ തോന്നുമ്പോൾ ഇവിടെ ഒന്ന് വന്നാൽ മതി, മനസ്സ് ശാന്തമാകും. ഇവിടുത്തെ അന്തരീക്ഷം അങ്ങനെയാണ്. ഞങ്ങൾ വന്ന ദിവസം പ്രതിഷ്ഠാഹോമമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് അവിടെ നല്ല അടിപൊളി അന്നദാനം ഉണ്ടായിരുന്നു കേട്ടോ. വയറ് നിറയെ കഴിച്ചു, 3 തരം പായസവും കൂട്ടിയിട്ട്. അല്ലെങ്കിലും ഇങ്ങനെ കഴിക്കുന്ന ഭക്ഷണത്തിനൊക്കെ നല്ല സ്വാദായിരിക്കും. വയറ് നിറഞ്ഞാൽ മനസ്സ് നിറയും. മനസ്സ് നിറഞ്ഞ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല സമാധാനമായിരിക്കും. അങ്ങനെ ഒരു സമാധാനത്തിലാണ് കേട്ടോ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഓരോ യാത്രയും ഓരോ അനുഭവങ്ങളാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഈ യാത്രയും സമ്മാനിച്ചു ഒരുപാട് നല്ല അനുഭവങ്ങൾ. കുറച്ച് വരുന്ന വഴി കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഒരു ചേച്ചി എന്തോ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് കണ്ടു. അത് വേറെ ആരുമല്ല, ഈ രാജേട്ടൻ്റെ ഭാര്യയാണ് കേട്ടോ. രാജേട്ടൻ സ്വന്തമായിട്ട് ചിപ്സ് ഉണ്ടാക്കി വിൽക്കുന്ന ആളാണ് കേട്ടോ. ഭാര്യയും ഭർത്താവും 2 സൈഡിലായിട്ട് കയ്യിൽ ഇത് പിടിച്ച് നിൽക്കുന്നുണ്ട്. ഞങ്ങളും വാങ്ങിച്ചു. പിന്നെയും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നു. കുറച്ച് ചെന്നപ്പം പാടത്തിൻ്റെ കരയിലായിട്ട് ഒരു വണ്ടി നിർത്തിയിട്ടിട്ട് അതിൽ നിന്ന് നെല്ലിങ്ങനെ താഴോട്ട് വീഴുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ കാണുന്നത്. പിന്നെ അവിടെ പോയി അവരോട് സംസാരിച്ച്. തൊട്ടപ്പുറത്ത് ഒരു പുഴയുണ്ട് കേട്ടോ. ആ പുഴയിൽ ഏതോ ഒരു ചേട്ടൻ ചൂണ്ടയിടുന്നുണ്ടായിരുന്നു. ഏട്ടന് പിന്നെ അവരോട് സംസാരിക്കണം എന്നായി. അങ്ങനെ അവിടെയും ചെന്ന് സംസാരിച്ചു. എന്നേക്കാൾ സംസാരപ്രിയനാണ് കേട്ടോ എൻ്റെ കെട്ടിയവൻ. കാണുന്നവരോടൊക്കെ സംസാരിക്കണം. അതുപോലെ കാണുന്നതെല്ലാം ഫോണിൽ ഇങ്ങനെ പകർത്തും. വള്ളിയൂർക്കാവ് ക്ഷേത്രത്തിൻ്റെ ഈവനിങ് ഭംഗി ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ. അതുപോലെ തന്നെ ഒരു കുന്നിൻ്റെ മണ്ടയിൽ തേയിലത്തോട്ടത്തിന് നടുക്കുള്ള ഈ ചർച്ചും അടിപൊളിയല്ലേ. തിരിച്ചു വരുമ്പോൾ പാൽച്ചുരം ഇറങ്ങിയിട്ടാണ് കേട്ടോ വന്നത്. സൂര്യൻ അസ്തമിക്കുന്ന സമയമായതുകൊണ്ടേ കുന്നിൻ്റെ ചെരുവിൽ നിന്ന് അതിങ്ങനെ മിന്നി മറയുന്നത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാൻ. അങ്ങനെ ഞങ്ങൾ കൊട്ടിയൂർ എത്തി കേട്ടോ. ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.